എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തി ആയിട്ടാണ്. അതായത് പരിപ്പ് ചുട്ടരച്ച ചമ്മന്തി. നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ട്? കുറെ പേര് കഴിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷെ കുറച്ച് പേരെങ്കിലും കഴിക്കാത്തവരുണ്ടാവും അല്ലേ? അപ്പൊ ഈ റെസിപ്പി കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് തേങ്ങയില്ലാത്ത കറികളും തേങ്ങയില്ലാത്ത ചമ്മന്തികളും ഒക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ട് കൂടുതലായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചമ്മന്തി ആയിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ റെസിപ്പി മുതിര വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ മുതിര വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ മുതിരയും അതേപോലെ തന്നെ കുറച്ച് മല്ലിയും എല്ലാം കൂടി ചെയ്ത് നോക്കിയപ്പോൾ എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് എൻ്റെ ഒരു രുചിക്ക് ശരിയായി തോന്നിയില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എൻ്റെതായ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പരിപ്പ് മാത്രം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുതിര വെച്ചും തീർച്ചയായിട്ടും ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് ചമ്മന്തികൾ ഓൾറെഡി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീണാസ് കറി വേൾഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചമ്മന്തിയാണോ ആ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും. അതുപോലെ തന്നെ പഴയ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ വീണ്ടും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് ചുട്ടരച്ച ചമ്മന്തി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള തേങ്ങയില്ലാത്ത ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതായത് നമ്മുടെ പരിപ്പ് ചുട്ട ചമ്മന്തി. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിപ്പി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മുതിര വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ മുതിര വെച്ച് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല, ചേട്ടനും ഇഷ്ടപ്പെട്ടില്ല. മുതിരയുടെ അടുത്ത് എനിക്ക് മുതിരപ്പുഴുക്കല്ലാണ്ട് മുതിരയുടെ ഐറ്റംസ് ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഈ പരിപ്പ് വെച്ച് മാത്രം ചെയ്ത് നോക്കിയപ്പോൾ നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നി അല്ല ചമ്മന്തി. അപ്പോൾ ചമ്മന്തി എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് തരിതരിയായിട്ടിരിക്കണം. ഒരുപാട് വെള്ളം പോലെ അരയ്ക്കാൻ പാടില്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് തുവരപ്പരിപ്പാണ്. നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ് കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ രാത്രിയൊക്കെ ഇതേപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കിനും എല്ലാം വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അഴുക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കറി വയ്ക്കുമ്പോൾ എപ്പോഴും വാഷ് ചെയ്തിട്ടല്ലേ പരിപ്പ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോസ് പാൻ എടുക്കുക. സോസ് പാനിലോട്ട് ഈ പരിപ്പ് ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ 1/2 ഗ്ലാസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മുതിര ചമ്മന്തി എന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു എന്തോ ഇതുവരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് എനിക്ക് ശരണ്യ എന്ന് പറഞ്ഞ കുട്ടി, പാലക്കാട് എന്നുള്ള കുട്ടിയാണ്, എൻ്റെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഇതുപോലെ ഞങ്ങളുടെ നാട്ടിൽ അവരുടെ നാട്ടിൽ ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ട്, ഇങ്ങനെ പരിപ്പ് ചുട്ട ചമ്മന്തി എന്നാണ് പറയുക എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരിയോട് ഞാൻ റെസിപ്പി ചോദിച്ചപ്പോൾ എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നതാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ശരണ്യ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഐഡിയ തന്നതിന്. കാരണം ഇപ്പോൾ ഒരുപാട് പേരുടെ അടുത്തും തേങ്ങ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചമ്മന്തി കഴിക്കണ്ടേ അല്ലേ. അപ്പോൾ പരിപ്പൊക്കെ മിക്കവാറും എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെറിയൊരളവിൽ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഥവാ കളയേണ്ടി വന്നാലും കുറച്ചല്ലേ കളയേണ്ടി വരുള്ളൂ. ഒരുപാട് ആദ്യം ഉണ്ടാക്കണ്ട. നിങ്ങൾ എന്ത് റെസിപ്പി ചെയ്യുകയാണെങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാത്രം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഓഫ് ചെയ്യാണ് കേട്ടോ. 4 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി ഒഴിവാക്കാം. ഇപ്പം എൻ്റെ അടുത്ത് ചെറിയുള്ളി ഉള്ള കാരണം ഞാൻ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിന് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ പാനിലോട്ട്. അതേസമയം വെളിച്ചെണ്ണ ഇല്ലാതെയും നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണ കുറച്ചും കൂടി സ്വാദ് കൂടും. അതിനു വേണ്ടി മാത്രമാണ്. ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മാത്രം മതിയാകും. അതിലോട്ട് നമുക്കൊരു 6 ചെറിയുള്ളിയോളം ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി സവാള ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ചെറിയുള്ളിയാണ് ടേസ്റ്റ്. ഇപ്പോൾ ചെറിയുള്ളി സവാള ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ പരിപ്പൊക്കെ ഗ്യാസ് ആയതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി എടുക്കുന്നത്. വെളുത്തുള്ളിയുടെ വാസന ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. പക്ഷേ ഗ്യാസ് ആയതുകൊണ്ട് വെളുത്തുള്ളി എടുക്കുന്നത് നല്ലതാണ്. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായി പിഴിഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കാൻ പാടില്ല. വറ്റൽമുളക് ഞാനൊരു 5-6 എണ്ണം എടുത്തിട്ട് ഫ്രൈ ചെയ്ത് ഇതേപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലും റോസ്റ്റ് ചെയ്യാം, വെളിച്ചെണ്ണ ഇല്ലാണ്ട് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഓക്കെ, ഇത് എല്ലാം തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ചെറിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട്
ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം ഞാൻ. അപ്പോൾ ഇതാ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വാട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയിട്ട്. ഒരു പച്ചമണ്ണ ഉണ്ടെങ്കിൽ മാറി കിട്ടിക്കോട്ടെ. ഞാനിപ്പോൾ ഒരു 4-5 മുളക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ മുളക് ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പുളിവെള്ളമാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിവെള്ളത്തിൻ്റെ അളവ് മാറ്റണം. അപ്പോൾ ഞാനൊരു ആദ്യം തന്നെ 2 ടീസ്പൂൺ ഇട്ട് നോക്കട്ടെ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് പുളിവെള്ളം ഒഴിക്കരുത് കേട്ടോ, കാരണം പുളി കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഓക്കെ, പിന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. എന്താണ്? കറിവേപ്പിലയാണ്. കറിവേപ്പില എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം ഇട്ടോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് അരച്ച് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കണം. ഞാൻ അരച്ച് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി ഇച്ചിരി കുറവാണ്. അപ്പോൾ കുറച്ച് 1 ടീസ്പൂണും കൂടെ പുളിവെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇത് ഓൾറെഡി ഏകദേശം ആയിട്ടുണ്ട്. നല്ല പുളിവെള്ളം ഒഴിച്ചപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആവാനുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ ചൂടാറിയ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. നന്നായി അരയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് നല്ല നൈസായിട്ട് അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുത്തോളൂ കേട്ടോ, അതിന് വിരോധമൊന്നുമില്ലേ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ചുട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമായിരുന്നു. പക്ഷെ കറിവേപ്പില ഇല്ലാണ്ടായിപ്പോൾ എന്താ ചെയ്യാനാ. എരിവ് നല്ല എരിവുണ്ട്. അതായത് നല്ല പാകത്തിനുള്ള എരിവുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവും ഉപ്പും പുളിയും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ പരിപ്പ് വട ഇല്ലേ, പരിപ്പ് വട കഴിക്കണ പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ കഴിച്ചു നോക്കും. പക്ഷേ പരിപ്പ് വടയിൽ പുളി ഉണ്ടാവില്ല, പക്ഷേ ഇതിൽ പുളിയുണ്ട്. അത്ര മാത്രം വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, കുറ്റൊന്നും പറയില്ല. അത്യാവശ്യം രുചിയുള്ളൊരു ചമ്മന്തിയാണ്. ഞാൻ ഭയങ്കര സംഭവമൊന്നും പറയണമെന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി ഒരു അല്പം മാത്രം വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മാത്രം മതി. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. സംഭവം ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെറിയൊരളവിൽ. ഇതിപ്പോൾ ചെറിയൊരളവ് തന്നെയാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. ഒരു 3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരളവാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഞാൻ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓട്സ് കഞ്ഞിയുടെ കൂടെയാണ് നമ്മുടെ ചമ്മന്തി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓട്സ് കഞ്ഞി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രായമുള്ള ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ, പ്രായമൊന്നുമില്ല. ഓട്സ് കഞ്ഞി എന്ന് പറഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ്. അത്ര വല്ല ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ കാണാൻ മറക്കരുതേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ കഴിക്കാൻ പോകുന്നത് കോവയ്ക്ക തോരനും അതുപോലെ തന്നെ നമ്മുടെ ചുട്ടരച്ച പരിപ്പ് ചമ്മന്തിയാണ്. ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ? കൊള്ളാം, തെറ്റു പറയില്ല. എന്തായാലും ടേസ്റ്റ് വന്നതിൻ്റെ വെളുത്തുള്ളി ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി താല്പര്യമില്ലെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളൂ. അതൊക്കെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇവിടെ എന്താ പരിപാടി? വർക്ക് ഫ്രം ഹോം ആണെന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ. വർക്ക് ഫ്രം ഹോമിന് ഇന്ധനം വേണ്ട. മാതള നാരങ്ങയുടെ അല്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതളനാരങ്ങയുടെ അല്ലി കുരു എന്ത് വേണമെങ്കിലും മനസ്സിലായില്ല സംഭവം. അങ്ങനെയുണ്ട്. കുറെ ദിവസത്തിന് ശേഷം ജോലി ചെയ്തപ്പോ ഇവിടെ അവിക്കും ഇന്ന് ക്ലാസ് തുടങ്ങി. നന്ദുവിന് നാളെ മുതൽ. അങ്ങനെ എല്ലാവരും ഇപ്പൊ തിരക്കിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രം ഇങ്ങനെ ഇവിടെ അനാഥപ്രദത്തിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലേ ചേട്ടാ? എന്റെ മുഖം കാണിക്കാൻ പറ്റില്ല ഇപ്പൊ. എന്തെങ്കിലും ആരെങ്കിലും ഒരു മുഖം കാണിക്കണ്ടേ?